നമ്മുടെ കൂടെ ജിജോയ് PR. കൂടുതൽ പറയുന്നില്ല, അദ്ദേഹം ഹാൻഡ് ഹെൽഡ് ആയിട്ടാണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ജിജോയ്. താങ്ക് യു. ജിജോ, എനിക്കിപ്പോ ഓർമ്മ വരുന്നത് കാശ്മീരും ഫിലിമില് രാജീവ് അഞ്ചലിന്റെ ലാസ്റ്റ് ബ്ലാക്ക് ക്യാറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടിയിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു പഴയ അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടിയിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ നെക്സ്റ്റ് ഡ്യൂട്ടി. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് ജിജോയെ കാണുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷത്തെ പ്രയത്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തുടങ്ങി, ഇന്നാളാ വരുന്നതെന്ന് തുടങ്ങി അറിയുമ്പോൾ തുടങ്ങിയുള്ള നമുക്കൊരു ഹരമുണ്ട്. ആൻഡ് വാട്ട് വി ഹാവ് ഡൺ, വി ഹാവ് സീൻ ത്രൂ അതിനു വേണ്ടിയുള്ള ഓട്ടങ്ങൾ. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ എന്ത് കാര്യത്തിന് ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഹൗ ഡു യു ഫീൽ ലൈക്ക് ഇപ്പോ 26 കോടിയുടെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള യെസ്റ്റർഡേ ഡോക്ടർ ബിന്ദുവിന്റെ പോസ്റ്റ് കണ്ടിരുന്നു. സോ എല്ലാ പ്രയത്നങ്ങളുടെയും ഫലങ്ങള് അതിന്റെ ഫ്രൂട്ട്സ് ഇപ്പോഴാണ് റൈപ്പായിക്കൊണ്ടിരിക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ? കാശ്മീർ ഗവർണറുടെ സെക്യൂരിറ്റി വിംഗ് ചീഫായി ശ്യാമിനെ പ്രൊമോട്ട് ചെയ്തു. കുറെ കൂടെ ഭാരിച്ച ജോലി. ഒരു നന്ദി പറയാൻ പോലും. ചേച്ചി, ഒരു പട്ടാളക്കാരനും നന്ദി പറയുന്നത് കേൾക്കാൻ കാത്തു നിൽക്കാറില്ല. അത് നമുക്കത് കിട്ടിയ തീരുമാനമായിരുന്നു. കാര്യം കേരളത്തിലുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ മറ്റ് മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെ തന്നെ, അതായത് അത് മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സയൻസിക സബ്ജക്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ സിനിമ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഒട്ടും അതിന്റെ ഒരു മുന്നോട്ടുള്ള ഗതിയിൽ ഒട്ടും സ്ലോ ആവാൻ പാടില്ല എന്നുള്ളൊരു, നമ്മുടെ കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് തോന്നി നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അങ്ങനെ തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് 1942 തന്നെ നമ്മുടെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. 1960 FTI ആയി പൂനെയിൽ സ്റ്റാർട്ട് ചെയ്തു. 1996 മറ്റോ സത്യത്രയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയും അതിനോടുള്ള അപ്രോച്ചും വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയി എന്ന് പറയാം. ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കുറച്ച് സ്ലോ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തു. അത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് KM എബ്രഹാം സാറായിരുന്നു അതിന്റെ ആദ്യത്തെ ഡയറക്ടർ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടക്കം സാധ്യമാണെന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പിന്നെ കൂട്ടിച്ചേർക്കലുകളും ഇവാൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും പക്ഷേ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അതായത് 14 നമ്മൾ സ്ഥാപനം തുടങ്ങിയെങ്കിലും നമുക്ക് 25 വരെ ആയിട്ട് 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 10 ബാച്ചോളം നമ്മൾ കഴിയണമായിരുന്നു. നമുക്കത് പറ്റിയിട്ടില്ല. നമ്മൾ ആകെ 3 ബാച്ച് പുറത്തിറക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ശരിയാണ്, നമ്മൾ ഫിലിം മേക്കിംഗ് കോഴ്സ് ആകുമ്പോൾ ചില സമയത്ത് ഈ ഷൂട്ടൊക്കെ തടസ്സം വന്നേക്കാം. അപ്പോൾ മറ്റ് കോഴ്സുകൾ കഴിയുന്ന പോലെ തന്നെ അതേ സമയത്ത് ഇതിലൊന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഒരുപാട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയതുകൊണ്ട് നമുക്ക് എക്യുപ്മെന്റ്സ് സമയത്തിന് വേണം, ഫണ്ടുകൾ സമയത്തിന് എത്തണം, ഒരുപാട് പൈസ ചെലവുണ്ട്. മറ്റുള്ള സബ്ജക്ട് പഠിപ്പിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഇവിടെ FTI ആണെങ്കിലും 3 വർഷത്തെ കോഴ്സ് 8 വർഷം എടുത്ത് കഴിഞ്ഞ ബാച്ചുകളുണ്ട്. അപ്പൊ അതിനൊക്കെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് ഒരുമാതിരി ഇപ്പൊ 3.5 വർഷം ഒക്കെ നമുക്ക് വളരെ സ്വാഭാവികമാണ്, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ, ഒന്ന് ടാക്സ് പേയേഴ്സിന്റെ പൈസയാണ് എന്നുള്ളൊരു വാസ്തവമുണ്ട്. അതിലുപരി ഈ പഠിച്ച് വരുന്ന കുട്ടികൾ പഴയ തലമുറകൾ പോലെയല്ല. നമ്മൾ കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപക്ഷെ ഹയർ സ്റ്റഡീസിന് പോകാൻ മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ബുക്ക് ചെയ്ത കുട്ടികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കുറച്ചുകൂടെ സ്പീഡായിട്ട് അവരുടെ കരിയറിനെ കൊണ്ടുപോകുന്ന ആളുകളുള്ളപ്പോൾ നമ്മളും അഡ്മിനിസ്ട്രേഷനും ഗവൺമെന്റ് എല്ലാം അതിനോടൊത്ത് പ്രവർത്തിക്കേണ്ട അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ബാധ്യത കൂടെ നമുക്ക് വരികയാണ് ഉത്തരവാദിത്വം. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അതൊരു, പിന്നെ മാത്രമല്ല നമുക്ക് ഈ 10 ബാച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ അവരുടെ ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഉണ്ട്. അതൊക്കെ കൂടുതൽ ഗുണം ചെയ്യുക കുട്ടികൾക്ക്. അപ്പോൾ 10 ബാച്ചിന് വരെ 3 ബാച്ച് ഇറങ്ങുന്നുള്ളെങ്കിൽ ആ കുട്ടികൾ തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ഞാനത് ഒരു കുറ്റമായിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അത്തരം ഒരു പ്രയോഗമൊന്നും അല്ല. ഞാൻ അത് ഈ 2014 തൊട്ട് എല്ലാ 2
സ്വാഭാവികമായിട്ടും കാണപ്പെടാറുള്ള രണ്ട് ഗവൺമെന്റുകളും ഉണ്ടായിട്ടുണ്ട്, ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിലും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഫാക്കൽറ്റികളെ കിട്ടില്ല. ഫിലിം മേക്കിംഗ് കോഴ്സിൽ ഈ ഇന്ത്യയിൽ ഈ ഫിലിം മേക്കിംഗ് അക്കാഡമിക്സ് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് അതിനുള്ള അക്കാഡമീഷ്യൻസിനെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മൾ FTIയിൽ വരെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിരുന്നിട്ട് കൂടി നമുക്ക് ഓരോ സബ്ജക്റ്റിനും ആളുകൾ കിട്ടുവാനോ കിട്ടിയവർ തന്നെ അവസാന സമയത്ത് ചിലപ്പോൾ ഇപ്പൊ അവർ പ്രൊഫഷണൽ കൂടിയായിരിക്കും, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആർട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു വർക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ ഷൂട്ടിലും കാര്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക, പ്രത്യേകിച്ച് ഒരു സിനിമാറ്റോഗ്രാഫറും. അപ്പൊ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറവുണ്ട്. അപ്പോ നമുക്ക് ഈ കിട്ടിയ ആളുകളെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറി ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും. 2014 നമ്മൾ നമ്മുടെ ഒരു പ്രൊഫസറിന് കൊടുത്തിരുന്ന സാലറി 1 ലക്ഷമാണ്. തിരക്കില്ലാത്തൊരു സാലറിയാണ്. പക്ഷെ 2025 അതേ 1 ലക്ഷമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 11 വർഷമായിട്ട് നമ്മൾ 100 രൂപ പോലും ഇവരുടെ സാലറി ഇനത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയായിട്ട് നമ്മൾ തന്നെ കാണേണ്ടി വരും. കാരണം നമ്മൾ അതിലെ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ക്യാൻ ഫെസ്റ്റിവലിലൊക്കെ അവാർഡ് കിട്ടിയ അധ്യാപകരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവരെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം ഏറ്റവും നല്ല അധ്യാപകരെ കിട്ടുമ്പോഴാണ് നമുക്ക് അതേ ക്വാളിറ്റി ഉള്ള കുട്ടികളെയും നമുക്ക് ഓറിയന്റേഷൻ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യമായിട്ടുള്ള ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധിയുള്ള മീറ്റിങ്ങുകളെല്ലാം തന്നെ അവരുടെ ആരുടെയും ഈഗോയെ ഹേർട്ട് ചെയ്യാതെ എന്നാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഒരിക്കലും കാര്യം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന് നമ്മൾ ഒരു സ്റ്റേറ്റും കാണിക്കാത്ത ധൈര്യമാണ് നമ്മൾ കാണിച്ചത്. ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് ലെവലിൽ തുടങ്ങുക എന്ന് പറയുന്നത്, ഹയർ എഡ്യൂക്കേഷന്റെ കീഴിൽ തുടങ്ങുക എന്ന് പറയുന്നത് നമ്മളൊരു നല്ല ധൈര്യമാണ് കാണിച്ചത്. അത് ആരാണെങ്കിലും പിന്നെ അത് തുടർന്നു കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ നെഹ്റു IIT തുടങ്ങിയപ്പോ എത്ര സൗകര്യമായി ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം നമ്മുടെ രാജ്യത്തിനെ സ്വാധീനിച്ചു. നമ്മൾ ഇന്നാൾ തുടങ്ങിയ എന്നാ പിന്നെ ഇന്ന ഗവൺമെന്റ് അല്ലേ തുടങ്ങിയത്, അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ട കാര്യമില്ല, നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ മനസ്സുകളാണ്. നമ്മൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ കാണണം. നമ്മൾ കാണാത്ത ഇതൊരു സ്റ്റേറ്റിനും രാജ്യത്തിനും ഹെൽപ്പ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ പറയുന്ന സിനിമയെ വർഗീയതയ്ക്കൊക്കെ വേണ്ടി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം പ്രോഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വരേണ്ടതും അല്ലെങ്കിൽ അവരെ അങ്ങനെ മോൾഡ് ചെയ്യേണ്ടതും ഒക്കെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് അത് KR നാരായണൻ സാറിന്റെ പേരിലുള്ള ഒരു സ്ഥാപനം. KR നാരായണൻ സാർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം KR നാരായണൻ സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് ആണ് അദ്ദേഹം. അത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്ഥാപനം ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. എല്ലാം കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ എനിക്കൊരു വമ്പിച്ച ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ അതിനെ ആ രീതിയിലൊക്കെ ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഉള്ള സമയത്ത് ഒരു കാലത്ത് ഒരു 10 തൊട്ട് വൈകിട്ട് ഒരു 9:30 വരെയെങ്കിലും നമുക്ക് ഓഫീസിൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട് നിരന്തരം. ഞാനിപ്പോ ഈ അടുത്ത് വെറുതെ നോക്കിയപ്പോ ഏകദേശം ഒരു 50ഓളം വട്ടം നമുക്ക് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യേണ്ടി വന്നു 2 വർഷത്തിനിടയ്ക്ക്. ഈ പറയുന്ന ബജറ്റുകളുടെ കാര്യമൊക്കെ സമയാസമയത്ത് കിട്ടാൻ കുറച്ചൊരു നെല്ലിപ്പോക്കുണ്ട്. അത് നമ്മൾ ആ സിസ്റ്റത്തിൽ എവിടെയാണ് കുഴപ്പം. കാരണം നമ്മളിപ്പോ ഒരു ലെറ്റർ ഒക്കെ അയക്കുമ്പോൾ പലപ്പോഴും ഞാൻ അവിടെ ജോയിന്റ് സെക്രട്ടറി അടുത്തൊക്കെ സൂചിപ്പിച്ചു, നമ്മളിപ്പോ KR നാരായണൻ ഒരു ഡയറക്ടർ അവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് വേണ്ട ഒരു കാര്യം നടക്കാൻ. അങ്ങനെ ആവരുത് സിസ്റ്റം. കാര്യം ഒരു ഡയറക്ടർ അവിടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോ ഒരു 25 ഫയല് അല്ലെങ്കിൽ 25 ഇമെയില്, ഒരു 20ഓളം ഡിസ്കഷൻസ് ദിവസവും ഉണ്ടാവുന്നുണ്ട്. അത് മുടങ്ങുന്നുണ്ട്. അത് പിറ്റേ ദിവസം അതും കൂടി ആ പണിയും കൂടെ എക്സ്ട്രാ വരികയാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ തന്നെ ഇപ്പൊ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടല്ലല്ലോ നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സംഭവിക്കണം. അങ്ങനെയാണ് ഞാനവിടെ എല്ലാം സൂചിപ്പിച്ചത്. അപ്പോ എന്തായാലും അത് നമ്മൾ ആദ്യം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഞാനൊരു 93 കോടിയുടെ പ്രോജക്റ്റ് വെച്ചിരുന്നു. കാര്യം നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഡീനായിട്ടും നമ്മൾ 10 വർഷം അധ്യാപകനായിട്ടും പ്രോക്ടറായിട്ടും ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ പുറത്ത് യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് എന്താണ് അവിടെ കുറവ്. അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് ഫ്ലോറിന്റെ കുറവുണ്ടായിരുന്നു,
കാരണം 3 ബാച്ച് ആണെങ്കിൽ 3 ഇയർ കോഴ്സ് ആണെങ്കിൽ എങ്ങനെ പോയാലും 2 ഷൂട്ടിംഗ് ഫ്ലോർ വേണം, മസ്റ്റാണ്. അല്ലെങ്കിൽ ക്ലാഷ് വരും, ഉറപ്പായിട്ടും ക്ലാഷ് വരും. കാരണം നമുക്ക് ഒരു ഗ്രാമീണ സ്വഭാവമുള്ള വീടും അല്ലെങ്കിൽ സിറ്റിയുടെ സ്വഭാവമുള്ള വീടൊക്കെ നമുക്ക് വേണം ഷൂട്ട് ചെയ്യാനൊക്കെ. അപ്പൊ അതൊക്കെ വരുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് ഫ്ലോറുകൾ വേണം. കാരണം നമ്മൾ 50ഓളം സിനിമകളല്ലേ നമ്മൾ ഒരു വർഷം നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് ഓരോ കണ്ടിന്യൂറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോൺ സീൻ ലോങ് ടേക്ക് എക്സസൈസ് ഓർ ഡോക്യുമെന്ററി, ഡയലോഗ് എക്സസൈസ്, ഡിപ്ലോമ, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 50 സിനിമ നമ്മൾ ഒരു ദിവസം ഒരു വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഷോർട്ട് ഫിലിംസ്. അപ്പോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം. അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. എക്യുപ്മെന്റ്സുകൾ, സിനിമാറ്റോഗ്രാഫിയുടെ ആയാലും എഡിറ്റിംഗ്, സൗണ്ട്, അനിമേഷന്റെ ഒക്കെ എക്യുപ്മെന്റ്സുകൾ നിരന്തരം നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അത് ഉള്ളത് നമുക്ക് പുതുക്കി വെക്കേണ്ടതുണ്ട്, റിപ്പയറിങ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അത് അത്യാവശ്യം നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നല്ല അധ്യാപകരുണ്ട്, നമുക്ക് നല്ല അധ്യാപകർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. വിനോദ് സുഹാരൻ സാർ ഡീനാണ്, അദ്ദേഹം തന്നെ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയ എഡിറ്ററാണ്. ശ്യാം സാറിന്റെ എത്രയോ പടങ്ങൾ വർക്ക് ചെയ്ത ആളാണ്. അല്ലെങ്കിൽ എഡിറ്റിംഗിൽ തന്നെ നമുക്ക് രഞ്ജിത്ത് കുഴൂർ സാറുണ്ട്, അദ്ദേഹവും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സത്യത്രയ ഫിലിം ഷൂട്ട് കഴിഞ്ഞ. വിനോദ് സാർ ആണെങ്കിൽ FTA കഴിഞ്ഞ ആണ്. ഇപ്പൊ നമുക്ക് ഷാൻ മുഹമ്മദ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് പ്രൊഫസറായിട്ട്. അദ്ദേഹം എത്രയോ ബോളിവുഡിലെ നല്ല പടങ്ങളൊക്കെ ചെയ്ത ആളാണ്. ഈസ് ഓൾസോ ഫ്രം FTI. പിന്നെ ഡിറക്ഷനിലുണ്ട് നമുക്ക് ദേബ്ജാനി ബാനർജി ഓർ HOD മാം, പെട്ടെന്ന് പേര് റാക്ക ദത്ത, ഇവരൊക്കെ SRFT പാസ് ഔട്ടാണ്. ഹസൻ സാറുണ്ട് FTI. അങ്ങനെ സുരേഷ് സാറുണ്ട് അനിമേഷനില്. സൗണ്ടിലാണെങ്കിലും പ്രമോദ് സാറുണ്ട്. ഒരുപാട് നല്ല ആളുകൾ, രമേഷ് സാറുണ്ട്. ആക്ടിങ്ങില് രഞ്ജിത്ത് സാറും ജ്യോതിഷ് സാറും ജ്യോതി മാമും ഒക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് നല്ല ആളുകൾ കിട്ടുമ്പോൾ അവരൊക്കെ ഒരു സാലറി തരത്തിന് നല്ലത് കൊടുത്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രൊഫസർ ആയിരിക്കുമ്പോ UGC പ്രൊഫസറിന് 2 ലക്ഷം കൊടുക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ ഇന്റർനാഷണൽ ലെവൽ കാൻ ഫെസ്റ്റിവലിൽ വരെ അവാർഡ് കിട്ടിയ, അല്ലെങ്കിൽ സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടിയ ആളുകളെ 1 ലക്ഷം കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അതായത് ഒരു വർഷം അവർക്ക് ഏതാണ് നഷ്ടം. അതൊക്കെ എത്രയും പെട്ടെന്ന് AIU, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ UGC ഇക്വലൻസി കൊടുത്തുകൊണ്ട് സാലറിയിലും ആ തുല്യത കൊണ്ടുവരുത്തുക, അല്ലെങ്കിൽ പെർമനന്റ് ആക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെന്നേ. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഞാൻ പരമാവധി കുറെ മൂവ്മെന്റുകൾ അവിടെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ എന്നാലും പോരാ. പിന്നെ ആളുകളുടെ കുറവുണ്ട്, നല്ല കുറവുണ്ട് ആളുകളുടെ ശിക്ഷ. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരേ ഒരു പ്രൊഡക്ഷൻ മാനേജർ അവിടെ ഉള്ളത്. നമ്മൾ ഇവിടെ FTIയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, ദെൻ പ്രൊഡക്ഷൻ മാനേജർ, 5 പ്രൊഡക്ഷൻ അസിസ്റ്റൻസ്, അതായത് 8 പേരാണ് പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു പാവം ഇദ്ദേഹം മാത്രമാണ് ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉള്ളത്, നിതീഷ് സാർ മാത്രം. അദ്ദേഹം ഈ 8 പേരുടെ പണിയെടുക്കുകയാണ്. എത്രത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും? ഷൂട്ട് ലൊക്കേഷൻ കണ്ടെത്തുന്നത് മുതൽ അതിന്റെ എന്തെല്ലാം പണികൾ എന്ന് പറയാം. ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കുക, അതിന്റെ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യുക, കുട്ടികളുടെ ഫുഡിന്റെ കാര്യമായ എളുപ്പമല്ല അത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചുരുങ്ങിയത് ഒരു 3 പേരെങ്കിലും പ്രൊഡക്ഷനിലൊക്കെ നമുക്ക് വേണം. അതുപോലെ അക്കാഡമിക് വിങ്ങിൽ നമുക്ക് ആകെ ഒരു സന്ധ്യമയം മാത്രമേ ഉള്ളൂ. അസിസ്റ്റൻസ് ഒന്നുമില്ല. നമുക്ക് 8 പേരോളം ഇവിടെ ഉണ്ട്. ആ സ്ഥാനത്താണെന്ന് ആലോചിക്കുക. ഞാൻ പറയുന്നത് ഫിലിമിങ്ങിലെ കാര്യം മാത്രമാണ്. ഫിലിമിങ്ങിലെ കുട്ടികളുടെ എണ്ണവും അവിടുത്തെ കുട്ടികളുടെ എണ്ണവും ഏകദേശം ഒന്നാണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ TV വിങ് എടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ നല്ല കാര്യം. എന്നെ സംബന്ധിച്ച് നമ്മളെ പദവി ഉണ്ടാവുക, ഉത്തരവാദിത്വമുള്ള അതൊന്നല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. നമുക്ക് ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു സോഷ്യൽ സർവീസ് ആണ്. ഈ പറയുന്ന ഒരു ഫിലിം മേക്കിംഗ് കോഴ്സ്, അതിലൊരു അക്കാഡമീഷ്യൻ എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് നിങ്ങളൊരു സോഷ്യൽ സർവീസും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പൊ പൊസിഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഒന്നല്ല. നമുക്ക് ആവും വിധത്തിലുള്ള, അത് ഇവിടെ നിന്നുകൊണ്ടാണെങ്കിലും ആവും വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹകരണവും ഒരു രാജ്യത്തിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ അധ്യാപകരുടെ അടുത്തും അവിടുത്തെ സ്റ്റാഫുകളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ആവശ്യത്തിനും വിളിക്കാവുന്നതാണ്. ഇവിടെ നിന്നുള്ള എന്ത് ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ട് അത് ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഒരു മുറിച്ചൊന്നും കാണേണ്ട കാര്യമില്ല. അതിന്റെ അപ്പുറത്തേക്ക് കാണും. അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? കാരണം നമ്മളൊക്കെ സിനിമയെ സ്നേഹിക്കുന്ന ആളുകളാണ്.
നിങ്ങൾ എങ്ങനെയാണ് ഇതിനവിടെ ഇവിടെ വന്ന് FTA ഒക്കെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു അല്ലേ? ഇതൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കാൻ കാണിക്കുന്ന ഒരു ആ കലയോടും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആ ചെയ്യുന്ന പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ? അത് അത് നമുക്ക് നമ്മുടെ മുൻപുള്ള തലമുറകളിൽ നിന്ന് കിട്ടിയതും നമ്മൾ സമൂഹത്തിൽ പഠിക്കുന്നതും അടുത്ത തലമുറകൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി തുടർന്നു കൊണ്ടുപോകേണ്ടതുമാണെന്നുള്ളൊരു ഒരു ഒരു ബോധമല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുമ്പോൾ, അതായത് യുവറിന്റെ FTA അത് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു അന്ന് വേറെ രൂപമായിരുന്നു അല്ല, ഞാൻ ഇതിനിടയ്ക്ക് വെട്ടിയിട്ട് ഇടയ്ക്കൊക്കെ വന്നിരുന്നു. ആ പിറ്റേ ദിവസം എക്സ്പ്രസ് ഭയങ്കര രസമായിരുന്നു. ഈ 5 വർഷത്തെ താടി വെച്ചിട്ട് പെട്ടെന്ന് മാറ്റുമ്പോഴേ അവരിങ്ങനെ കുറച്ച് അതിന്റെ രസമുണ്ടല്ലോ. സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റു ഫാക്കൽറ്റി അതൊക്കെ എൻജോയ് ചെയ്തു ശരിക്കും. അപ്പൊ അന്ന് അസോസിയേറ്റ് പ്രൊഫസർ ഫിലിം വിങ്ങിന്റെ ഡീൻ ആയിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു വളരെ സുദീർഘമായ ഒരു പ്രത്യേക മൊമെന്റിലാണ് ഇവർ പുട്ട് ഓൺ ഡെപ്യൂട്ടേഷൻ. അത് വളരെ റെയർ ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇങ്ങനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡെപ്യൂട്ടേഷൻ വരിക എന്ന് പറയുന്ന ഒരു വളരെ റെയർ അവസരമാണ്. ആ സിറ്റുവേഷനിൽ അതിന്റെ ക്രൈസിസോ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയോ അല്ല കേട്ടോ. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ വരുന്നൊരു ഉത്തരവാദിത്വം, കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഉത്തരവാദിത്തത്തിനാളും എനിക്ക് തോന്നുന്നു ജിജോയെ അറിയുന്നതുകൊണ്ട് യു ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. ആ ഒരു മൊമെന്റ് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ ആ ഒരു കുട്ടികളുടെ സമരം, സ്റ്റുഡൻസിന് സമരവും ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോഴേ ഞാനിങ്ങനെ ജസ്റ്റ് അറിയുന്നതേ ഉള്ളൂ. നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. കാര്യം ഞാനിവിടെ ഡീനാണ്. ഡീൻ എന്ന് പറയുന്നത് പാൻഡമിക് കഴിഞ്ഞിട്ട് 5 ബാച്ച് ബാക്ക്ലോഗ് ഇരിക്കുന്ന ഒരു സമയത്ത്, അതും ഞാനല്ല ആകേണ്ടിയിരുന്നത്. എനിക്ക് മുമ്പേ എനിക്ക് സീനിയർ ആയിട്ടുള്ള 1-2 പ്രൊഫസേഴ്സ് ഉണ്ട്. അവർ കൃത്യമായിട്ട് നോ പറഞ്ഞുകൊണ്ടാണ് എന്നിലേക്ക് വന്നത്. കാര്യം അവർ നോ പറയാൻ കാരണം എന്ന് പറയുന്നത് അത്രയും കലുഷിതമായിരുന്നു അന്തരീക്ഷം. കാരണം ഒരുപാട് ഡിപ്രഷന്റെ ഒരു മൂഡ്. ഇങ്ങനെ 5 ബാച്ച് 3 ബാച്ചൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു പ്രഷർ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് ഈ 2 വർഷത്തെ ബാക്ക്ലോഗും കൂടെ എത്രയും പെട്ടെന്ന് തീർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ 1 വർഷത്തിനുള്ളിൽ ഒരു കോഴ്സ് വിളിക്കുന്നത് 6 മാസത്തിനുള്ളിൽ ഒരു കോഴ്സ് വിളിക്കുക എന്ന് സംഭവിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ ബാക്ക്ലോഗ് ഫിൽ ചെയ്യുക. ഇതായിരുന്നു മന്ത്രിസഭാ തീരുമാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ഡീന്റെ ഇവിടെ നിലവിലുള്ള ധീരജ് സാർ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്റ്റഡിക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പുതിയൊരു ഡീൻ വേണമെന്നുള്ള ആവശ്യം വന്നത്. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം സർ തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു ശത്രുക്കളോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ പരമാവധി നമ്മുടെ പണി ചെയ്യാം. സ്വാഭാവികമായിട്ടും സമരവും എല്ലാം വരാം, എല്ലാ തരത്തിലുള്ള പ്രഷറും വരാം. പക്ഷെ നമ്മളതിനെ നമ്മളത് മനസ്സിലാക്കുക, നമ്മളതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള അങ്ങനെയായിരുന്നു നമ്മളത് തുടങ്ങിയത്. അപ്പോഴാണ് ആക്ച്വലി ആ സമയത്ത് അടൂർ സാർ ഇവിടെ വരേണ്ടതായിരുന്നു ക്ലാസ് എടുക്കാൻ. നമ്മൾ അടൂർ സാറിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഈ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്തു. നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇത്തരം ഒരു വിവാദം ആയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളിപ്പോ അടൂർ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ മൊത്തത്തിൽ എത്തുകയും അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ഷാജി എൻ കരുൺ സാറിനെ വിളിക്കുന്നത്. ഷാജി സാറെ വിളിച്ച് ഷാജി സാർ വരുന്നു. ഷാജി സാറാണ് എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ല. നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തിത്വമാണെങ്കിൽ എനിക്ക് നേരിട്ടുള്ളൊരു പരിചയമില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നു. ഡീൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലപ്പോഴും ചർച്ചകൾ വേണ്ടി വരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന അറിയാലോ, നമ്മൾ അങ്ങനെ ഒരു പുതിയൊരു ഡയറക്ടറെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, റിസർച്ചിങ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവും TV ചന്ദ്രൻ സാറ്, അതുപോലെ പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ രാമേന്ദ്രൻ സാറ്, ഇവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ജിയോയ്ക്കാണ് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ, എനിക്ക് സ്ഥാപനം ഇങ്ങനെ ഒരു കലാകാലങ്ങളിൽ പല ഇഷ്യൂസ് നമ്മളിങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത്തരം ഒരു ഇഷ്യൂ കൊണ്ട് നമ്മളിങ്ങനെ അത് താഴേക്ക് പോകുന്ന ഒരിക്കലും ശരിയല്ല. കാരണം പ്രത്യേകിച്ച് KR നാരായണൻ സാറിന്റെ പേരിലുള്ള ഇന്ത്യയിലെ 4-5 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നായിട്ടുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു താഴേക്ക് പോകേണ്ടതല്ല. എത്രയും പെട്ടെന്ന് അതിന് പുതിയൊരു സാരഥി വരണം. എനിക്ക് വരാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ കാരണം എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഒരൊറ്റ ദിവസം 2 ദിവസത്തിന് വേണ്ടിയുള്ള യാത്രകളായിരുന്നു കേരളത്തിലേക്ക്. അത്രയും തിരക്കായിരിക്കും ഇവിടെ. ഞാൻ ശ്രമിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് നല്ല ആളുകളൊക്കെ ആയിരുന്നു മറ്റ് പേരുകൾ കേട്ടിരുന്നത്. വളരെ സൗഹൃദമുള്ള. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയുകയും ചെയ്തു. ഞാൻ അറിഞ്ഞപ്പോ ഒക്കെ, നോക്കൂ, നിങ്ങൾ ആണെങ്കിൽ നമ്മുടെ പറഞ്ഞ എല്ലാ ഹെൽപ്പും ഉണ്ടാവും. എനിക്ക് തന്നെ അവിടെ നിന്ന് അങ്ങനെ ഒന്നുമില്ല. എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പൊ അവരും പറയുന്നുണ്ട്, ജിജോയ്, നിങ്ങളല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് ഡീന്റെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങളാണ് കൂടുതൽ യോഗ്യത എന്നെക്കാളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ
അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും അവര് വിളിച്ചു, ഞാൻ അവിടെ ജോയിൻ ചെയ്തു. കുറച്ചൊരു സമയം പിടിച്ചു, 4-5 മാസം പിടിച്ചു അവിടുത്തെ ഒരു രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. കാലത്തോട്ട് ഈ വൈകിട്ട് വരെ ഇരിക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂർ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ 4-5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ ഒരു 93 കോടിയുടെ പ്രോജക്റ്റ് നമുക്ക് വെക്കാൻ പറ്റിയത്. ആദ്യം സൈസ് സാറ് നമ്മുടെ ചെയർപേഴ്സൺ ചിരിച്ചു. പുള്ളി പറഞ്ഞു, ജോയ് ഗവൺമെന്റ് ചിരിക്കും, ഗവൺമെന്റ് ആളുകൾ നിങ്ങൾ ഇത്രയും പൈസയൊക്കെ പറയുമ്പോൾ. ഞാൻ പറഞ്ഞു, സാർ അത് ചിരിക്കട്ടെ, പക്ഷേ ഇതൊരു വാസ്തവമാണ്. നമുക്ക് ഈ പൈസ നമുക്ക് കിട്ടിയേ പറ്റൂ. കാരണം നമ്മൾ എന്തുകൊണ്ട് അത്രയും പൈസ ചോദിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഈ പറയുന്ന ഈ കാലകാലങ്ങളിൽ ഒരു സ്ഥാപനത്തിലേക്ക് ഇവോൾവ് ചെയ്ത് വരേണ്ട അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഉദാഹരണം പറഞ്ഞാല് വെള്ളത്തിന്റെ 1.5 ലക്ഷം മാസം ചെലവഴിക്കുകയാണ് വെള്ളം ഇത് കുടിക്കാനും കുളിക്കാനും ഒക്കെ നമ്മൾ ഈ മേടിക്കുന്ന പൈസ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ശരിയല്ലാകില്ലേ? അതിൽ പ്രത്യേകിച്ച് ഒരു കേരളത്തിന്റെ ചിറാപുഞ്ചി പോലുള്ള ഒരു സ്ഥലത്ത്, ഇത്രയും മഴ ലഭിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു റെയിൻ ഹാർവെസ്റ്റിങ്ങിനുള്ള സാധ്യതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരുന്നു തുടക്കത്തില്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ വെച്ചു. ഗവൺമെന്റ് ആദ്യം അതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ബിന്ദു ടീച്ചർ ആണെങ്കിലും പറഞ്ഞു, ജോയ് CM-നെ കാണും. ഐ മീൻ CM-ന്റെ ഓഫീസിൽ നിന്നാണ് കൂടുതൽ ഇപ്പോൾ തീരുമാനങ്ങൾ വരുന്നത്. കാരണം പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം സെൻട്രൽ മിനിസ്ട്രി സ്റ്റേറ്റ് മിനിസ്ട്രിയോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തിന് അഗിൻസ്റ്റ് ആയിട്ടുള്ള ചില പ്രവൃത്തികളൊക്കെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ബോധവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാതെ തന്നെ എന്നാൽ നമ്മുടെ കാര്യങ്ങൾ ഇവിടെ നടക്കും വേണം. കാരണം കുട്ടികളാണ് ആത്യന്തികമായിട്ട് അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോഴാണ് ഈ KM എബ്രഹാം സാറുടെ ഒരു കാര്യം, അദ്ദേഹമുള്ള കിഫ്ബിയുടെ ചെയർപേഴ്സൺ. അപ്പൊ എബ്രഹാം സാറിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. നമ്മള് സൈദ് സാറുമായിട്ട് സാറെ കാണുകയും നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പലതവണ ഞാൻ ഈ മെസ്സേജ് കുറെ വട്ടമൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു, സാർ ഇതൊക്കെ നിങ്ങളുടെ കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എബ്രഹാം സാർ ആദ്യത്തെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോ നിങ്ങളുടെ കുട്ടിക്ക് ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ താൽക്കാലികമായിട്ട് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക്, ഒരു വളർത്തച്ഛനായിട്ട് ഞാൻ കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും. അത് ഏറ്റവും നല്ല ഭക്ഷണം, അത് മോഷണം പോവാതെ കൊടുക്കാൻ എനിക്ക് പറ്റും. അത് അനുവദിക്കുകയാണെങ്കിൽ ഞാനത് എന്നാലാവും വിധത്തിൽ ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ അദ്ദേഹത്തിനടുത്ത് ഞാൻ അവതരിപ്പിച്ചത്. അത് നമ്മൾ പറഞ്ഞു, എല്ലാ കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും അധ്യാപകരെയും ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡന്റിനെങ്കിലും എല്ലാ കമ്മിറ്റിയിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റ് മോഷണങ്ങൾക്കും അത്തരം സാധ്യതകളൊക്കെ കുറച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ കുറെ പ്ലാൻ ചെയ്തു, കുറെ നടന്നു. എന്നിട്ട് വീണ്ടും 93-55 കോടിയാക്കി. എന്നിട്ട് വീണ്ടും ഈ പറയുന്ന ഒരു 26 കോടിയിലേക്ക് എത്തിയത്. അതൊക്കെ ഇപ്പൊ വളരെ സന്തോഷമുണ്ട് എനിക്ക്. അത് പക്ഷെ പെട്ടെന്ന് അത് മുന്നോട്ട് പോകണം. കാര്യം അത് ആ ഒരു അനുവാദമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് എത്രയും പെട്ടെന്ന് അത് മുന്നോട്ട് പോവുക, അതിന് എല്ലാവരുടെ ഭാഗത്തുനിന്നൊരു നിരന്തര ശ്രമം വേണം എന്നുള്ളൊരു പോയിന്റാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പൊ ഈ ബേബി സ്റ്റെപ്സ് ആണ് എന്ന് പറയാം. ഇപ്പൊ 10 വർഷം എന്ന് പറയുന്നത് ഒരു ഫിലിം സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാലഘട്ടമാണ്. ഓഫ്കോഴ്സ് എത്തേണ്ടിരുന്ന ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട്. എന്നിരുന്നാലും ഒരു നാഷണൽ അറ്റൻഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് കറന്റ്ലി. ഇപ്പൊ നമ്മളിപ്പോ ലിസ്റ്റ് വടയാറ്, FTI, സത്യത്രേ, ഉടനെ തന്നെ KR നാരായണൻ വരുന്ന ആളുകളുടെ ടാലന്റും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്. സോ ഈ ഒരു സ്റ്റേജിൽ എത്തിയതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോ അതും നമുക്ക് അതിന്റെ ഒരു പ്രൈഡ് ആയിട്ട് എടുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അധ്യാപകരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ ഒരു നാഷണൽ അറ്റൻഷനിലേക്ക് കൊണ്ടുവന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഇപ്പൊ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട്, അതും കൂടി ഒരു അഭിമാനമായിട്ട് എടുത്ത് പറയാവുന്ന എന്തെങ്കിലും പോയിന്റ്സ് പറയണമെന്നല്ലായിരിക്കും. ഞാനത് ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റിയത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ഈ 3 ബാച്ച് പുറത്തിറങ്ങി, 2 ബാച്ച് ഉള്ളിലുണ്ടായിരുന്നു. നമ്മൾ വന്നതിന് ശേഷം 24ാമത്തെ ബാച്ചൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്ന കുട്ടികളെ എടുക്കുമ്പോൾ റിസർവേഷൻ പാലിച്ചുകൊണ്ട് എടുത്തത്. അത് കഴിഞ്ഞ 24 ബാച്ച് മാത്രമാണ്. നമ്മൾ റിസർവേഷൻ പാലിക്കുന്നു എന്ന് വാക്കാലെയും എഴുത്തിലൂടെയും പറയുകയും പക്ഷെ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വളരെ ശരിയല്ലാത്തൊരു നടപടിയാണ്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് പാലിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് റിസർവേഷൻ എല്ലാ ഘട്ടത്തിലും പാലിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ഈ 14, 15, 16 പിന്നെ 19, 22 ബാച്ചുകൾ റിസർവേഷൻ പാലിക്കാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാര്യം ആദ്യ ഘട്ടത്തിൽ തന്നെ ആദ്യം എടുക്കുന്ന
ഈ മാർക്ക് അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ തന്നെ റിസർവേഷൻ അവിടെ പാലിക്കേണ്ടതുണ്ടായിരുന്നു. അത് പാലിച്ചിട്ടില്ല. അത് അതും നമ്മുടെ സ്റ്റുഡൻസ് കൗൺസിലാണ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അപ്പോഴാണ് എന്റെയും ആ ശ്രദ്ധയിൽ പെട്ടത്. വളരെ അത്ഭുതം തോന്നി. അത് എന്നിട്ട് പിന്നെ പാലിച്ചിട്ടാണ് നമ്മൾ 24 ബാച്ച് നമ്മൾ എടുത്തത്. അതാണ് ഏറ്റവും ഒരു നല്ല കാര്യം. പിന്നെ മറ്റൊരു കാരണം അതിന്റെ ഒരു നല്ല കാര്യം എന്ന് പറയാൻ കാരണം ആശിഷ്, അതായത് ഈ പറയുന്ന 14, 15, 16 പുറത്തിറങ്ങിയ ബാച്ചും നിലവിലുള്ള 19, 22, 24 ബാച്ചിൽ എല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ ഒരേ ഒരു സ്റ്റുഡന്റിനെയാണ് നമുക്ക് ഷെഡ്യൂൾ ട്രൈബ് സമൂഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം പുറകിലാണ്. ഇപ്പോഴും നമ്മൾ ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മൾ ഇപ്പോഴും പരാജയമാണെന്നുള്ളതിന്റെ ഒരു നേർചിത്രമല്ലേ ആശിഷ്? അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഞാൻ ഇതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഗുഹകളിൽ താമസിക്കുന്ന ട്രൈബൽ സമൂഹങ്ങളില്ലേ, അവരൊക്കെ കഥ പറയാൻ തുടങ്ങിയാൽ എത്ര വ്യത്യസ്ത കഥകളായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക. അപ്പൊ അവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാനല്ലേ വേണ്ടത്. അവിടത്തൊക്കെയുള്ള സ്റ്റോറി ടെല്ലേഴ്സിനെ നമ്മുടെ ഭാഗമാക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു അത്തരം ചിന്തകളും ലക്ഷ്യങ്ങളൊക്കെ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോ അതാ ഞാൻ പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, റിസർവേഷൻ പാലിച്ചുകൊണ്ട് നമുക്കാണത് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മള് ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ പോയതാണ്. ഏകദേശം 30ഓളം ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പങ്കെടുക്കാനും സമ്മാനങ്ങൾ കിട്ടാനും ഒക്കെ ഉണ്ടായി. ചെക്ക് റിപ്പബ്ലിക്കില് ജിഹാവ ഫെസ്റ്റിവലില് ശ്രുതിൽ മാത്യുവും ഭവ്യയും പോവുകയുണ്ടായി. അല്ലെങ്കിൽ ഓബർഹോസൻ ഫെസ്റ്റിവല് ജർമ്മനിയിലെ 1952 തുടങ്ങിയ പഴക്കമുള്ള ഷോർട്ട് ഫിലിം ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. അതിൽ തന്നെ നമ്മുടെ ശ്രുതിലിന്റെ വർക്ക് പോവുകയുണ്ടായി. നമ്മുടെ സൗണ്ടിലെ പയ്യൻ, പെട്ടെന്ന് പേര് മറന്നു, സ്റ്റുഡന്റ്, അവൻ പോവുകയുണ്ടായി. പിന്നെ ലോസ് ഏഞ്ചൽസിൽ സോണി കമ്പനി തന്നെ, ക്യാമറ കമ്പനി തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് അഷ്വാഖ് മുഹമ്മദ് പോവുകയുണ്ടായി. ഇതൊക്കെ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. ഇവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. അപ്പൊ നമുക്കൊക്കെ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ബ്രസീലിലും ഇസ്രായേലിലും ഒക്കെ നമുക്ക് ക്ഷണങ്ങളൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് ആയിട്ട് നമുക്ക് 3 ലക്ഷത്തോളം പൈസ കിട്ടുകയുണ്ടായി. അതൊക്കെ നല്ല അച്ചീവ്മെന്റാണ്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ മാത്രമല്ല, നമ്മളിപ്പോ ഈ ഇപ്പൊ തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, കടമക്കുടി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മള് നമ്മുടെ കുട്ടികളുടെ സിനിമ കാണിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഈ സ്റ്റുഡൻസിനെ ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും അവരുടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ സിനിമയെ ശരിക്കും സ്നേഹിക്കുന്നവർ തന്നെ ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കുകയുള്ളൂ. അവരായിട്ട് സ്റ്റുഡൻസ് കാലഘട്ടത്തിൽ തന്നെ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവരുടെ കരിയറിനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്നും, തിരിച്ചാണെങ്കിലും പിന്നെ അത് കാൻ ഫെസ്റ്റിവലിലാണെങ്കിലും ഇവിടുത്തെ കടമക്കുടിയിലാണെങ്കിലും സിനിമ കാണുന്നവർ മനുഷ്യന്മാര് തന്നെയാണല്ലോ, മനുഷ്യ മനസ്സുകൾ തന്നെയാണല്ലോ. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുകയും നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ തമ്മിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ എല്ലാ ഫെസ്റ്റിവൽസിലും പങ്കെടുക്കാനൊക്കെ നമ്മൾ എല്ലാ ഇതുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിലിം മേക്കിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടീച്ചിങ് ഫിലിം. അതിനുള്ള കുട്ടികളെ, അങ്ങനെ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളെയാണ് എടുക്കുന്നതും അവർ വരുന്നതും. അപ്പൊ അതിൽ ഇൻ ദ പ്രോസസ് ഓഫ് ലൈക്ക് 3 ഇയർ 5 ഇയർ എടുത്ത് കുട്ടികളെ വിദഗ്ധരാക്കി വരുന്ന പ്രോസസ്സിൽ നമുക്ക് അവരുടെ വേറെയും കുറച്ച് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. ലൈക്ക് എംപത്തി, ഡിസിപ്ലിൻ, ആർട്ടിസ്റ്റിന് ഡിസിപ്ലിൻ വേണം എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ബട്ട് ഇപ്പോ കൈൻഡ് ഓഫ് റെബല്യൻ, ഇപ്പോ FTI ആ കാര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ they were quite confident and അവർക്ക് അറിയാമായിരുന്നു എന്താണ് വേണ്ടത്. അപ്പൊ ഇത്തരം കുറച്ച് മൂല്യങ്ങൾ ലൈക്ക് ഇപ്പൊ FTI നാരായണനിലേക്ക് വരുമ്പോഴും ഇത്തരം മൂല്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. സോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ എടുത്ത് പറയാൻ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വാല്യൂസ് ലിസ്റ്റ് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ബിഹൈൻഡ് യുവർ ഹെഡ്, കാരണം ഇത്രയും സ്റ്റേജുകളും പെർഫോമൻസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഒരു ഇതിലിരിക്കുന്നതെന്നും കൂടെയുള്ള റെസ്പെക്ട് ജിയോയുടെ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും.
ഈ നല്ല മനുഷ്യനായിരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു നല്ല മനുഷ്യനാവുമ്പോൾ എന്നിട്ട് അതിന്റെ മീതെ ഒരു നല്ല ആർട്ടിസ്റ്റും കൂടി ആവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കലയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ഉള്ള ഒരു തോന്നല് എനിക്കില്ല. അത് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അത് പ്രത്യേകിച്ചും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളാണ് കൂടുതൽ. അപ്പോൾ അവരുടെ ഒരു ലൈഫിന് കൂടെ ഹെൽപ്ഫുൾ ആവുന്ന വിധത്തിൽ നമ്മുടെ കലയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ കോമൺ കോഴ്സ് ഒരു കുട്ടി നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ആദ്യമുള്ള ഈ ഓറിയന്റേഷൻ കോഴ്സുകളിൽ നമ്മൾ വൈശാഖൻ സാർ വന്ന് ക്ലാസ് എടുത്തിരുന്നു. വൈശാഖൻ തപ്പി, അല്ലെങ്കിൽ സണ്ണി കപിക്കാട് സാർ വന്നിരുന്നു. മൈത്രേയൻ വന്നിരുന്നു, പക്ഷെ വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ഡോക്ടർ അമൃതരാജ് ജെൻഡർ സ്റ്റഡീസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അമൃതരാജ് വന്ന ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ഒരു സയന്റിഫിക് അപ്രോച്ചും അല്ലെങ്കിൽ കാസ്റ്റിസത്തെയും ക്ലാസിസത്തെയും അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റികളുടെ എണ്ണം കൂടും. അപ്പോ ഇത്തരം ഒരു പിന്നെ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മൈക്കിൾ സാർ വന്നു. അപ്പോൾ നമ്മള് ഈ ശാസ്ത്രശാഖകളെല്ലാം തന്നെ ഒരു നല്ല കലാകാരനാവാൻ ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അത് ചെയ്യുന്നത്. നിങ്ങൾ ന്യൂറോ സയൻസ് ഒപ്പം പഠിക്കേണ്ടി വരുന്നേ. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന വികാരങ്ങളുടെ ഉറവിടം എപ്പോഴും ഹൃദയമാണ് എന്നുള്ളൊരു അടിസ്ഥാന തെറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കും. നമ്മൾ അനാട്ടമിയെ കുറിച്ചും ഫിസിയോളജിയും ന്യൂറോളജിയും എല്ലാം ന്യൂറോ സയൻസ് ഒക്കെ പഠിക്കേണ്ടി വരും. ഇതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ കാരണം നമ്മൾ സാമൂഹ്യ ശാസ്ത്രവും സൈക്കോളജിയും ഇതെല്ലാം അറിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു സയന്റിഫിക് അപ്രോച്ച് നമുക്ക് നടത്താൻ പറ്റുക. അപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഈ പാമ്പ് സിനിമകളും പാമ്പ് കോപത്തിന്റെ സർപ്പശാപത്തിന്റെ സിനിമകളൊക്കെ എടുത്ത് കൂടുതൽ അന്ധവിശ്വാസം ആഴത്തിൽ സമൂഹത്തിൽ പതിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെയല്ലല്ലോ നമ്മൾ വേണ്ടത്. അപ്പോ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത്തരം കാരണം ഇപ്പൊ അതിന്റെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാര്യം അത്രയും ഇഴകേറി ഇപ്പോൾ പരിശോധനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഓരോ വിഷയത്തിനെ കുറിച്ചിട്ടും. അപ്പൊ അതിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധുനിക അറിവ് വെച്ചിട്ട് വേണം നമ്മൾ, ആ ഒരു അറിവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഒരു സിനിമയെ സമീപിക്കാൻ എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഈ സയൻസ് ഓൾറെഡി ആൻസേർഡ്. അതിന്റെ ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ആണ് അതിലേക്ക് നയിക്കാൻ വെൽ ആൻസേർഡ് ദാറ്റ് ഐ തിങ്ക്. ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യങ്ങൾ, ഇപ്പൊ AI വരുന്നു, ആളുകളുടെ ലിസണിങ് അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കുറയുന്നു, റീൽസും ഷോർട്സും സ്റ്റോറീസിലേക്കും ചുരുങ്ങുന്നു, സിനിമയുടെ ഭാവി എന്താവും എന്നൊക്കെയുള്ള ചിന്തകൾ നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ അതിൽ കാര്യമുണ്ട് താനും. ഈ നിലയ്ക്ക് അക്കാഡമിക് രീതിയിൽ എന്തൊക്കെ പരിവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? നമ്മള് സ്വാഭാവികമായിട്ട് ഇപ്പോ AI ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പുതിയ എക്യുപ്മെന്റ്സുകൾ നമ്മൾ പരിചയപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പുതിയ ഇവിടെ മുംബൈയിലും ഒക്കെ ഉള്ള ഷോകളൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇഫി എല്ലാ ഫെസ്റ്റിവലുകളും ഇഫിയിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പങ്കെടുക്കണം. നമ്മൾ അധ്യാപകരെല്ലാവരും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തിൽ ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമകൾ അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ കാണാനുള്ള സംവിധാനം കൂടിയാണല്ലോ നമ്മൾ ഈ ഇഫിയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം പുതിയ ആശയങ്ങൾ പങ്കുവെക്കുന്ന അധ്യാപകരെ നമ്മൾ ക്യാമ്പസിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഏത് പുതിയ തരത്തിലുള്ള ഒരു ഇന്നോവേഷൻ സംഭവിക്കാൻ. ഇപ്പൊ ഈ അടുത്ത് വിശ്വദീപ് ചാറ്റർജി സാറ് നമ്മുടെ സൗണ്ടിന്റെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നടൻ പ്രഭാസിനെ ഹിന്ദിയിൽ അഭിനയിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിന്ദി ആക്സന്റ് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ട് സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് കുറച്ച് പുറകിലായിരുന്നു. അപ്പൊ അതിൽ AI ഉപയോഗം ശ്രമിച്ചു എന്ന് പറയണം, ആ ആക്സന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആലോചിച്ചു എത്തരത്തിലൊക്കെയാണ് ഈ പറയുന്ന AI വർക്ക് ചെയ്യുന്നുള്ളത്. ഒരു ആക്ടറിന്റെ ആക്സന്റും ഡിക്ഷനും വരെ മാറ്റാൻ AI ഉപകാരപ്പെടുന്നത് എത്ര മൈന്യൂട്ടായിട്ടാണ്.
ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും പുറകോട്ടാവും. ഈ മാസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഇപ്പൊ തെറ്റാണെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഒന്നിന്റെ മാസ്റ്റർ ആണെന്ന് വിചാരിക്കുമ്പോഴേക്കും ആ ടെക്നോളജി തന്നെ മാറിക്കഴിഞ്ഞു. ഞാൻ പിന്നെ അവിടെ വന്നപ്പോ ഋഷികേശ് അണ്ടർലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം വെർച്വൽ ഫിലിം മേക്കിങ്ങിന്റെ ഒരു സംഭവം അവിടെ ചെയ്യുന്നുണ്ട്. ഹീസ് ഓൾസോ ഓൺ ഡെപ്യൂട്ടേഷൻ എന്ന് തോന്നുന്നു. അതായത് ഇപ്പം ക്രോമ പോലും അല്ലാതെ വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ അതൊക്കെ ഞാനും കണ്ടിരുന്നു. ഇവിടെ ജിയോ ഇതിലൊക്കെ കാണിച്ചിരുന്നു, മുംബൈയിലൊക്കെ നമ്മൾ പോയിരുന്നു. അപ്പൊ അതിനനുസരിച്ചൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യപ്പോ നമ്മളിപ്പോ ഒരു മരുഭൂമിയാണെങ്കിൽ ആ ഒരു മരുഭൂമിയുടെ വലിയൊരു എന്താ പറയാ LED ഒരു ബാക്ക്ഗ്രൗണ്ട് വാൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അവിടെ നിങ്ങൾ നിൽക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മരുഭൂമിയിലാണ് എന്നുള്ളൊരു ഉണ്ടാവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നേരെ മരുഭൂമിയിലേക്ക് പോവാതെ തന്നെ അവിടുത്തെ എല്ലാ ഇതുകളും ഷൂട്ട് ചെയ്യാൻ പറ്റണം. എന്തൊരു സൗകര്യം ആലോചിച്ചു. എന്തൊരു സാമ്പത്തിക ലാഭവും സമയവും ഊർജവും ഒക്കെ അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പക്ഷെ അതൊക്കെ ഞാൻ പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു ബെറ്റർമെന്റിന് ആയിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞൊരു സാധനം. ഒരിക്കലും ഒരു യൂ ടേൺ എടുക്കാൻ ആവരുത്. ഈ പറയുന്ന ഇതൊന്നും ഈ അന്ധവിശ്വാസങ്ങൾ ഊട്ടി വളർത്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്ര ഭീകരവാദങ്ങളെ ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾക്കൊന്നും ഉപയോഗപ്പെടുത്താതെ ആ ഒരു ഉത്തരവാദിത്വം കൂടെ കലാകാരന്മാർ ഏറ്റെടുക്കണം എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം കൊലാബറേഷന്റെയും കോപ്രൊഡക്ഷന്റെയും എന്താ പറയാ എക്സ്ചേഞ്ച് പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു കാലമാണ്. ഈ സമയത്ത് ഇപ്പോ ഇവിടെ ആണെങ്കിലും FTI ആണെങ്കിലും അത്തരം കാര്യങ്ങൾ, കാരണം ഇപ്പൊ കോപ്രൊഡക്ഷനൊക്കെ ഒരുപാട് സാധ്യതകൾ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലാണ്. ഇപ്പൊ പായലാണെങ്കിൽ ഇപ്പോ ഏറ്റവും കുഞ്ഞില ഇപ്പോ അതിന്റെ ഒരു സാധ്യത, ഞാൻ പേഴ്സണലി ഓരോ പേരുകൾ എടുത്ത് പറയില്ല, ഇതിനേക്കാൾ ഒരുപാട് പേരുകൾ നടക്കുന്നുണ്ടാവും. അപ്പോ ഇതിന് FTI ആണെങ്കിലും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കൊടുക്കുന്ന ലൈക്ക് അതിന്റെ അക്കാഡമീസ് ഉണ്ട്, ലൈക്ക് NFDCയുടെ സ്ക്രിപ്റ്റ് ഡോക്ടറിങ് അങ്ങനെയൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ മച്ച്. അപ്പൊ ഇതിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഇപ്പൊ പുതിയതായിട്ട് നടക്കുന്നത്? ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ലാതെ ഉള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? എനിക്ക് NFIയുടെ പ്രവർത്തനങ്ങളെ പറ്റി കൃത്യമായിട്ട് ഞാൻ പറയാൻ ആളല്ല. ഞാൻ കുറച്ചും കൂടി അന്വേഷിച്ചിട്ട് വേണം എനിക്ക് പറയാൻ. പക്ഷേ NFI കാലാകാലങ്ങളിലായിട്ട് ഇത്തരം ഇന്റേൺഷിപ്പുകളൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ അതിന്റെ ഒരു സൈറ്റ് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുക. NFI മാത്രമല്ല, നമുക്ക് ഈ പുറമേയുള്ള ആളുകൾക്ക് ഒരു സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ഷോർട്ട് കോഴ്സുകൾ നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ FTI തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഏകദേശം ഒരു 40 മുതൽ 40 ആശിഷും പങ്കെടുത്തിരുന്നത് 45ഓളം ഷോർട്ട് കോഴ്സ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറയുന്ന നമ്മൾ ഒരു ബേസിക് ഡിഗ്രിയാണ് നമ്മൾ പറയുന്നുള്ളൂ. ആദ്യം വരുന്നവർക്ക് തന്നെയാണ് മുൻഗണന. അവിടെ നമ്മൾ വേറെ എക്സാം നടത്തുകയോ ഒന്നും നടത്തുന്നില്ല. ഒരു കോഴ്സ് ഫീ ഉണ്ടായിരിക്കും. നമ്മളതിൽ ഈ പറഞ്ഞ മറ്റ് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവരുടെ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സന്ധ്യകൾ വൈകിട്ടായിട്ട് ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസിലായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില പെർട്ടിക്കുലർ ഹോളിഡേയ്സിൽ നോക്കിയിട്ട് വെക്കുന്നുണ്ട്, ചില വെക്കേഷൻസ് നോക്കി വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്ത പ്രായം അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ ഉള്ളവർക്ക് പോലും ഷോർട്ട് കോഴ്സുകൾ പങ്കെടുക്കാവുന്ന വിധത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വെക്കുന്നുണ്ട്. അതിൽ തന്നെ സിനിമാറ്റോഗ്രാഫിയുടെ വെക്കുന്നുണ്ട്, ഡിറക്ഷൻ, ആക്ടിങ്, അനിമേഷൻ, ഇതെല്ലാം ഉണ്ടാവും, എഡിറ്റിംഗ്, സൗണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ FTIയുടെയും NFIയുടെ ഒക്കെ സൈറ്റിൽ നമ്മളൊന്ന് കയറി അതിന്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ ഇതെല്ലാം ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. അത് കാലാകാലങ്ങളിൽ നമ്മൾ അത് അതിന്റെ ഇൻഫർമേഷൻ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാര്യം പ്രത്യേകിച്ച് ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് പങ്കെടുത്തത് ഒരു 70 വയസ്സായിട്ടുള്ള ഒരു സർജൻ, ഒരു 70 വയസ്സിലധികമുള്ള ഒരു സർജൻ, അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ ആക്ടിങ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ പച്ച മാസ്ക് ഒക്കെ എടുത്തിട്ട് ആൾ പോരാതെ കൊണ്ട് വീണ്ടും പോവും, വീണ്ടും ഇടയ്ക്ക് വരും, അങ്ങനെയൊക്കെ. അത് അപ്പൊ ഏതൊരു സാഹചര്യത്തിലുള്ള ഒരാൾക്കും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഓൺലൈനിലും ഓഫ്ലൈനിലും വെച്ചിട്ടും സാറ്റർഡേ സൺഡേസ് ഈവനിങ് നൈറ്റ് ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ടേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കാണെങ്കിലും പുതിയ പുതിയ ആളുകളും വ്യത്യസ്ത പ്രായത്തിലുള്ള സ്റ്റുഡൻസിനെ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ടല്ലോ. ഇവരെല്ലാം വ്യത്യസ്ത പ്രൊഫഷനിൽ നിന്ന് വരുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ.
ഇവിടെ അത്തരം കോഴ്സസ് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ തുടങ്ങിയിട്ടില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി എക്യുപ്മെന്റ്സ്, നമ്മളിപ്പോ ഒരു 6 കോടിയുടെ എക്യുപ്മെന്റ്സ് ആണ് നമ്മളിപ്പോ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു കോടിയുടെ നമ്മളിപ്പോ ഓൾറെഡി മേടിച്ചു. ഇനിയിപ്പോ അടുത്ത 2 കോടി പിന്നെ ഒരു 3 കോടിയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് അത് പുറമേയുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ നമുക്ക് പ്രാപ്തരാകും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ തന്നെ കാര്യങ്ങളായിട്ട് നമുക്ക് ഇപ്പൊ അതിന് ശ്രദ്ധിക്കാനേ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ, എക്യുപ്മെന്റ്സുകളുടെ കുറവുള്ളതുകൊണ്ടേ. അതുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം, നമുക്ക് ഈ ഷോർട്ട് കോഴ്സസ് നമുക്ക് തുടങ്ങാൻ പറ്റും. എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതാണ്, കാരണം നമുക്കത് അതിന്റെ ആവശ്യമുണ്ട് ശരിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, കാരണം അത് ചോദിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ ചീത്ത പറയും. കാരണം ജയ് ഭീം പോലെയുള്ള സിനിമകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കറന്റ് അതായത് മുഖ്യധാര, പാരലൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ലാതെ യുവർ കോൺട്രിബ്യൂഷൻ ഇസ് ഓൾവേസ് ദയർ. ഇപ്പൊ നടക്കുന്ന കാര്യം അക്കാഡമിഷ്യനായിട്ട് ഇരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട അഡ്വൈസും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പുതുതായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ റീസെന്റ് നടന്നത്, ഇനി നടക്കാനിരിക്കുന്നത് കൂടി പറയുകയാണെങ്കിൽ രസമായിരിക്കും. ഞാന് കേരള ക്രൈം ഫയൽസിൽ ഒരു വേഷമാണ് ഈ അടുത്ത ആളുകൾ എന്ന് പറഞ്ഞത്. പിന്നെ ഷാഹി കബീറിന്റെ പുതിയ പൃഥ്വിരാജ് ഫിലിമിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത കുഞ്ചാക്കോ ബോബൻ ലീഡായിട്ട് വരുന്ന ഫിലിമിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ജോബി വർഗീസ് ചെയ്തിട്ടുള്ള കൊക്കൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, ഇപ്പൊ അത് കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. ഞാൻ അതിലൊരു ലീഡ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പറയാം. പക്ഷെ ഒരു എന്താ പറയാ, ബിഗ് ബഡ്ജറ്റ് ഫിലിം അങ്ങനെയൊന്നല്ല, ഒരു പാരലൽ ഫിലിമാണ്. അതുപോലെ തന്നെ ഒരു ഹിന്ദിയിൽ ഇവിടുത്തെ പൂനെയിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ചെയ്ത MIT കോളേജിലെ സ്റ്റുഡൻസ് ചെയ്ത ഒരു ഫിലിം, അതൊരു ഫീച്ചർ ഫിലിമാണ്. അതിലും ഒരു സൗത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ പൂനെയിൽ ആയ ഒരു ക്യാരക്ടറിന്റെ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് മൊത്തം കഥ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹിന്ദി സിനിമയും ഒരു മലയാള പടവും, പിന്നെ ബ്രഹ്മ എന്ന് പറഞ്ഞിട്ട് കുറ്റം കടിതൽ അല്ലെങ്കിൽ മകളിർ മട്ടുമൊക്കെ ചെയ്ത ബ്രഹ്മ, അദ്ദേഹത്തിന്റെ ഒരു 3ാമത് ഫിലിം. അപ്പൊ അതിലൊരു പ്രധാന വില്ലൻ ക്യാരക്ടറാണ്. തമിഴ് സിനിമയാണ് അത്, കുറച്ചൊരു കമേഴ്സ്യൽ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു CBI ഓഫീസറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സിനിമകളും ചെയ്യുന്നുണ്ട്. പിന്നെ നാടകം ചെയ്യുന്നുണ്ട്. ശശിവേട്ടന്റെ ഹിഗ്യൂറ്റ വീണ്ടും നമ്മൾ ഇരിങ്ങാലക്കുട വീണ്ടും നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന, ഷോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കലാപരിപാടികളുണ്ട്. നാടകത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കാരണം ഇപ്പൊ നാടകം നാട്ടിൽ കുറച്ചും കൂടി റെസ്പെക്ട് കിട്ടുന്ന ആളുകൾ അംഗീകരിക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ ഇപ്പോ അലിയാർ അലിയ ആണെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് നാടകങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് ഇപ്പൊ അഭിലാഷ് പിള്ളയുടെ സ്ഥാനമേറ്റു. ഓൾമോസ്റ്റ് ഒരേ സമയത്താണ് രണ്ടുപേരും നമുക്ക് അഭിമാനം എന്നുള്ള രീതിയിൽ നാട്ടിലേക്ക് ഉണ്ടായിരുന്നത്. സോ അതിലേക്കും ഇറ്റ്സ് ഗുഡ്. PhD ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് എന്റെ ഗൈഡ്. ഞാൻ PhD ജോയിൻ ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ. അപ്പോൾ സാറ് ആണ് ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറാനുള്ള അവസരം കിട്ടുന്നത് സാറിന് നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സാകേത് എന്ന് പറഞ്ഞിട്ട് CN ശ്രീകണ്ഠൻ നായരുടെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അദ്ദേഹം നാടകം ചെയ്യേണ്ടായി. അപ്പൊ നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് ജപ്പാനില് ടോക്കിയോയില് ഫുക്കുവോക്ക, ഹിരോഷിമ നാഗസാക്കിയുടെ ഇടയ്ക്കുള്ള ഫുക്കുവോക്ക സിറ്റിയിലും നമുക്ക് 2002 ഷോ ചെയ്യാനുള്ള അവസരം കിട്ടുക. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ നാടകം ചെയ്യേണ്ടായി. അത് നമുക്ക് അപ്പോൾ നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോകുമ്പോഴേ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവും. നമുക്ക് എങ്ങനെയൊക്കെ സാധ്യതകൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തുറന്നു കിട്ടും എന്നൊക്കെയുള്ള ഒരു സംഭവം, അതൊക്കെ വലിയ ഹെൽപ്പായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിവിടെ അവിടെ പഠിക്കുമ്പോഴും ഇവിടെ ഡീനായിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഒരുപാട് പേരെ ഇൻസാസ് ബെൽജിയം, FBW, ഗുട്ടംബർഗ് ജർമ്മനി, ലാഫ്മ, പാമോ, അവിടേക്കൊക്കെ നമ്മളിങ്ങനെ കുട്ടികളെ അയക്കുകയുണ്ടായി. നല്ലൊരു കാര്യമാണ്. നമ്മൾ ഒരു വ്യത്യസ്ത കൾച്ചറിലുള്ള യാത്രകൾ ചെയ്യുമ്പോഴും ആളുകളെ പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ കൂടുതൽ അറിവുകൾ നേടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. ഇനി വീണ്ടും 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 നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. കാണാം. താങ്ക് യു ആശിഷ്, എന്നെ ഇങ്ങനെ വീണ്ടും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. നിങ്ങളുടെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കാഴ്ചക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്കും കുറെ നമ്മുടെ തോട്ടുകൾ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെ നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.